ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ 4ാമത്തെ ലെസണായുള്ള മോഷൻ ഇൻ എ പ്ലെയിനിലെ ഒരു ക്ലാസ്സാണ്. ഇത് നമ്മുടെ 5ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറേ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് വെക്ടേഴ്സ് എന്നുള്ളതും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സിനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കി. അതിനുശേഷം പിന്നെ വെക്ടേഴ്സിൻ്റെ അഡീഷൻ, രണ്ട് തരത്തിൽ വെക്ടേഴ്സ് ആഡ് ചെയ്യാം. പാരലോഗ്രാം ലോ ഓഫ് അഡീഷനും അതുപോലെ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷനും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വെക്ടേഴ്സ് ആഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കി. അതിനുശേഷം സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ മുന്നത്തെ വീഡിയോസിലായി നമ്മൾ മനസ്സിലാക്കേണ്ടായി. അതിനുശേഷം എന്താണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി. അത് പ്രൊജക്റ്റൈൽ മോഷൻ ഈസ് എ ടൈപ്പ് ഓഫ് 2 ഡയമെൻഷണൽ മോഷൻ. ആ പ്രൊജക്റ്റൈൽ മോഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊജക്റ്റൈലിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണെന്നുള്ളതും അതേപോലെ അതിൻ്റെ മാക്സിമം ഹൈറ്റ്, അതുപോലെ ഹൊറിസോണ്ടൽ റേഞ്ച്, ഇവ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിശദമായിട്ട് ഡിറൈവ് ചെയ്തു. ഇന്നത്തെ ക്ലാസ് ഉദ്ദേശിക്കുന്നത് ഇതുവരെ പഠിച്ച ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോബ്ലംസ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായി കാണുകയും അത്തരം ടൈപ്പിലുള്ള പ്രോബ്ലംസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാതരം ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സാമിന് വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ കാര്യം നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുന്നുള്ളതും അത് എങ്ങനെയാണത് നമ്മൾ മനസ്സിലാക്കേണ്ടെന്നുള്ള വിധം ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ r is equal to 3ti plus 2t2j plus 5k. പൊസിഷൻ വെക്ടറാണ് തന്നിരിക്കുന്നത്. where t is in second and r is in meter. r പൊസിഷൻ വെക്ടറാണ്, t അതിലെ ടൈമാണ്. ഫൈൻഡ് vt and at, അതായത് വെലോസിറ്റി ആൻഡ് ആക്സലേഷൻ കണ്ടുപിടിക്കണം. ആൻഡ് ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് vt at t is equal to 1 second. ടൈം 1 സെക്കൻഡ് ആവുന്ന സമയത്തുള്ള വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ആക്സലേഷനും, ടൈം 1 സെക്കൻഡ് ആവുന്ന സമയത്തുള്ള വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും അതേപോലെ തന്നെ ഡയറക്ഷനും നമുക്ക് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് നോക്കാം. r is given as 3ti plus 2t2j plus 5k മീറ്റർ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം dr/dt ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷനാണ്. ദറ്റ് ഈസ് d/dt ഓഫ്, ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 3ti plus 2t2j plus 5k. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് കോൺസ്റ്റൻ്റ് ഒന്നും ചെയ്യേണ്ടതില്ല, അതുപോലെ യൂണിറ്റ് വെക്ടേഴ്സ് നമ്മളൊന്നും ഡിസ്റ്റർബ് ചെയ്യേണ്ട, അത് അതേപോലെ തന്നെ എഴുതുക. അപ്പോൾ 3 അതേപോലെ എഴുതി, പിന്നെ i ക്യാപ്പ് അതുപോലെ എഴുതി. d/dt ഓഫ് t എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. അതിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് d/dt ഓഫ് t raised to n is equal to n into t raised to n minus 1 ആണ്. t raised to 1 ആണെങ്കിൽ നമുക്കങ്ങനെ എഴുതാം 1 into t raised to 1 minus 1. അപ്പോൾ നമുക്ക് t raised to 0 എന്ന് കിട്ടും. അതായത് ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു t എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ 3 i എന്ന് മാത്രം എഴുതി, കാരണം ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. പ്ലസ് അതിന് ശേഷം 2 കോൺസ്റ്റൻ്റ് ആണ്, അതേപോലെ എഴുതി, 2 അങ്ങനെ തന്നെ എഴുതി. പിന്നെ ഇവിടെ t² ഉണ്ട്. t² ഡെറിവേറ്റീവ് ഇതേപോലെ കൊടുക്കുമ്പോൾ t raised to 2 വരുന്ന സമയത്ത് 2 into t raised to 2 minus 1. അപ്പോൾ 2t എന്ന് മാത്രം വരും. t raised to 2 minus 1 എന്ന് പറഞ്ഞാൽ t ആണ്. അപ്പോൾ 2t നമ്മൾ അതേപോലെ എഴുതി, പിന്നെ j അതേപോലെ എഴുതി. ദെൻ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 5k ആണ്. 5 ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് 0. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് 0 എന്ന് ഇട്ടു. സോ ദ ആൻസർ ഈസ് 3i ക്യാപ് പ്ലസ് 40j ക്യാപ് മീറ്റർ പെർ സെക്കൻഡ്. സോ ദാറ്റ് ഈസ് ദ വെലോസിറ്റി. ദെൻ നമുക്ക് കാണേണ്ടത് പിന്നെ ആക്സലറേഷൻ ആണ്. ഇറ്റ് ഈസ് ആക്സലറേഷൻ. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു dv/dt, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ദറ്റ് ഈസ് d/dt ഓഫ്, ഈ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 3i ക്യാപ് പ്ലസ് 40j ക്യാപ്. ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 3 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് 0 ആയി കഴിഞ്ഞു. പിന്നെ 40 എന്നുള്ള വരാം. 40യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 4 അതേപോലെ എഴുതി, ടിയുടെ ഡെറിവേറ്റീവ് നേരത്തെ പറഞ്ഞ പോലെ 1 ആണ്. അപ്പോൾ 4j ക്യാപ്. സോ ദ ആൻസർ ഈസ് 4j ക്യാപ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് പറയുന്നത് ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് vt at t is equal to 1 second. 1 സെക്കൻഡ് സമയത്തുള്ള വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും അതേപോലെ അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടെത്തണം. വെലോസിറ്റി at t is equal to 1 second. വെലോസിറ്റി ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ടിക്ക് 1 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഇക്വേഷൻ വരിക? v is equal to 3 into i ക്യാപ് അതേപോലെ എഴുതി, പ്ലസ് 4 into ടിക്ക് ഇവിടെ 1 കൊടുത്തു. അപ്പോൾ 4j ക്യാപ് മീറ്റർ പെർ സെക്കൻഡ്. സോ ദാറ്റ് ഈസ് ദ വെലോസിറ്റി at t is equal to 1 second. നമുക്കതിന് മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതൊരു വെക്ടർ ഫോമിലാണ് തന്നിരിക്കുന്നത്. v is equal to 3i ക്യാപ് പ്ലസ് 4j ക്യാപ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കാണാൻ അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
ഇതിൻ്റെ കോയഫിഷ്യൻ്റെ സ്ക്വയർ എടുക്കുക. ഇറ്റ് ഈസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. സോ ദ ആൻസർ ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്. സോ ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടെത്തുക? നമുക്കതിൻ്റെ ആംഗിൾ കണ്ടെത്തിയാൽ മതി. അതിനുവേണ്ടി നമുക്കത് എങ്ങനെയാണ് വെക്ടർ റെപ്രസെൻറ്റ് ചെയ്യുക? അതായത് 3i എന്നുള്ള വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 3 മീറ്റർ എലോങ് എക്സ് ആക്സിസ്. അപ്പോൾ അതാണ് ഇപ്പോൾ എക്സ് ആക്സിസ് എങ്കിൽ ദിസ് ഈസ് 3 മീറ്റർ. ദെൻ 4j എന്ന് പറഞ്ഞ അർത്ഥം 4 മീറ്റർ എലോങ് വൈ ആക്സിസ്. അപ്പോൾ ഈ ഒരു വെക്ടർ ഇങ്ങോട്ട് വരച്ചു, ഈ ഒരു വെക്ടർ ഇങ്ങനെ വരച്ചു. ദെൻ ട്രയാങ്കിൾ ലോ പ്രകാരം നമുക്ക് മൂന്നാമത്തെ വെക്ടർ ഈ തരത്തിൽ വരയ്ക്കാം. ഓക്കെ, ദിസ് ആംഗിൾ ഈസ് തീറ്റ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ടാൻ തീറ്റ കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ടാൻ തീറ്റ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent side, that is equal to 4/3. So theta is equal to tan inverse 4/3. So that is equal to 53 degree. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആംഗിൾ ആണ് തരുന്നത്. ആ ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 53 ഡിഗ്രിയാണ്. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ദാറ്റ് ഈസ് 53 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. എക്സ് ആക്സിസുമായിട്ട് 53 ഡിഗ്രി ആണ് ഈ വെലോസിറ്റി ഉണ്ടാക്കുന്ന ആംഗിൾ. അതേപോലെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നെക്സ്റ്റ് പ്രോബ്ലം. A particle starts from origin at t is equal to 0 with a velocity of 5i meter per second and moves in xy plane under action of force which produces a constant acceleration of 3i plus 2j meter per second square. അവിടെ ആക്സലറേഷനെ സംബന്ധിച്ച് അതിന് എക്സ് കോർഡിനേറ്റ് ഉണ്ട്, വൈ കോർഡിനേറ്റ് ഉണ്ട്. വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അലോങ് എക്സ് ആക്സിസ്, കാരണം ഇവിടെ ഐ മാത്രമേ ഉള്ളൂ. എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദി വൈ കോർഡിനേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദ ഇൻസ്റ്റന്റ്? അതായത് ആ പാർട്ടിക്കിളിൻ്റെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. വെൻസ് എക്സ് കോർഡിനേറ്റ് ഈസ് 84 മീറ്റർ. ആൾസോ ഫൈൻഡ് ദി സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദിസ് ടൈം. അപ്പോൾ നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് സെപ്പറേറ്റഡ് എടുക്കാം. എക്സ് ആക്സിസ് വേറെ, വൈ ആക്സിസ് വേറെ എടുത്തു. എക്സ് ആക്സുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നത് ഇനീഷ്യൽ വെലോസിറ്റി u is equal to 5 മീറ്റർ പെർ സെക്കൻഡ്. വൈ ആക്സിനെ സംബന്ധിച്ച് വെലോസിറ്റി തന്നിട്ടില്ല. ദാറ്റ് ഈസ് ടേക്കണസ് ഇനീഷ്യൽ വെലോസിറ്റി വൈ ആക്സിൽ ടേക്കണസ് 0. ദെൻ ആക്സലറേഷൻ തന്നിരിക്കുന്നത് എക്സ് ആക്സിൽ 3 ആണ്. That is 3 meter per second square. Y axis തന്നിരിക്കുന്നത് 2 ആണ്. സോ 2 meter per second square. നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? വൈ കോർഡിനേറ്റ് കണ്ടെത്തണം, അതുപോലെ ടൈം ഇവിടെ തന്നിട്ടില്ല, ടൈം കണ്ടെത്തണം, അതേപോലെ സ്പീഡ് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എക്സ് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് a t സ്ക്വയർ എന്നുള്ള ഇക്വേഷനാണ്. അതിൽ നമുക്ക് എക്സിന് 84 കൊടുക്കാം. യു എന്നുള്ളത് 5 തന്നിട്ടുണ്ട്. സോ 5 ടി നമുക്കറിയില്ല. ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് അലോങ് എക്സ് ആക്സിസ് 3 ആണ്. സോ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു ടി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിന് 2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 168 ഈക്വൽ ടു 10t പ്ലസ് 3t സ്ക്വയർ. അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 3t സ്ക്വയർ പ്ലസ് 10t മൈനസ് 168 ഈസ് ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. നമുക്കതിൻ്റെ വാല്യൂ കണ്ടെത്തണമെങ്കിൽ നമുക്കറിയാവുന്ന ഇക്വേഷൻ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അത് അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇരിക്കുകയാണ്. -b -10 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് 10 സ്ക്വയർ 100 മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. സോ 3 ഇൻറ്റു സി എന്ന് പറയുന്നത് -168 ആണ്. അപ്പോൾ നമുക്ക് കിട്ടും -10 പ്ലസ് ഓർ മൈനസ് 2116 ഡിവൈഡഡ് ബൈ 6. ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 46 ആണ്. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും ഇവിടെ, മൈനസ് ഉള്ള ഒരു വാല്യൂ പ്ലസ് ഉള്ള വാല്യൂ. നമ്മൾ ടൈമിനെ സംബന്ധിച്ച് നമുക്കറിയാം ടൈം കനോട്ട് ബി നെഗറ്റീവ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. അപ്പോൾ -10 പ്ലസ് 46 മാത്രം എടുത്താൽ മതി. അപ്പോൾ പ്ലസ് 46 -10 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 36 എന്നാണ് കിട്ടുക. 36 by 6 is equal to 6 സെക്കൻഡ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ടൈം. സോ നൗ വി ഗോട്ട് ടൈം ഈസ് ഈക്വൽ ടു 6 സെക്കൻഡ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വൈ കോർഡിനേറ്റ് ആണ്. വൈ കോർഡിനേറ്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇതേപോലെ തന്നെ നമുക്ക് ആക്സലേഷൻ കൊണ്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഇക്വേഷൻ y is equal to ut പ്ലസ് ഹാഫ് a t സ്ക്വയർ. വൈ ആക്സിസ് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ 0 പ്ലസ് ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. സോ 2 ഇൻറ്റു ടി സ്ക്വയർ നമുക്ക് കിട്ടി 6 സ്ക്വയർ ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ y is equal to 36 മീറ്റർ. അപ്പോൾ അങ്ങനെയാണ് വൈ കോർഡിനേറ്റ് കണ്ടെത്തേണ്ടത്. എക്സ് കോർഡിനേറ്റ് 84 മീറ്റർ ആണെങ്കിൽ വൈ കോർഡിനേറ്റ് നമുക്ക് കിട്ടിയത് 36 മീറ്റർ എന്നുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ ബി പാർട്ട് നോക്കാം. സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദിസ് ടൈം 6 സെക്കൻഡ് ആവുന്ന സമയത്തുള്ള സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിളാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ എക്സ് ആക്സിൽ എന്താണ് സ്പീഡ് എന്ന് നോക്കണം, വൈ ആക്സിൽ എന്താ സ്പീഡ് എന്ന് നോക്കണം. അപ്പോൾ എക്സ് ആക്സിൽ ആദ്യം നോക്കാം. നമുക്കറിയാവുന്ന ഇക്വേഷൻ v is equal to u പ്ലസ് at. സോ v is equal to u എന്നുണ്ട് 5 പ്ലസ് എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 3 ആണെന്ന് അറിയാം. 3 ഇൻറ്റു ടി 6. അപ്പോൾ കിട്ടുന്ന ആൻസർ 23 മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ വൈ ആക്സിസിൽ v is equal to u പ്ലസ് at കൊടുക്കുന്ന സമയത്ത് വൈ ആക്സിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. സോ 0 പ്ലസ് 2 ഇൻറ്റു ടി 6 ആണ്. സോ 12 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എക്സ് ആക്സിസിൽ 23 മീറ്റർ പെർ സെക്കൻഡും വൈ ആക്സിസിൽ 12 മീറ്റർ പെർ സെക്കൻഡുമാണ് കിട്ടുന്നത്.
നമുക്കതിൻ്റെ വെക്ടർ ഫോമിൽ നിന്ന് എഴുതി നോക്കിയാലോ. ദാറ്റ് ഈസ് വെക്ടർ വി ഈസ് ഈക്വൽ ടു 23 i ക്യാപ്, കാരണം എക്സ് ആക്സിലാണ് 23 പ്ലസ് 12 j ക്യാപ് മീറ്റർ പെർ സെക്കൻഡ് വെക്ടർ ഫോമിൽ എഴുതാം. നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ മോഡുലസ് ഓഫ് വെക്ടർ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 23 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ, നമുക്ക് ആൻസർ കിട്ടും 26 മീറ്റർ പെർ സെക്കൻഡ്. നമുക്കതിൻ്റെ ഡയറക്ഷൻ കൂടി കാണണമെങ്കിൽ നമുക്ക് ഈ വെക്ടറിനെ നമുക്കൊന്ന് വെക്ടറായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. 23 എന്നുള്ളത് എലോങ് എക്സ് ആക്സിസ് ആണ്, 12 എന്നുള്ളത് എലോങ് വൈ ആക്സിസ് ആണ്. അപ്പോൾ അതിൻ്റെ തേർഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ അതിൻ്റെ തേർഡ് സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് 23 i പ്ലസ് 12 j ക്യാപ്പ് ആയിരിക്കും. നമുക്കത് തീറ്റയാണിത് മാർക്ക് ചെയ്തെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് 12/23. നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടും 27.55 ഡിഗ്രി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കിട്ടി. വിത്ത് എക്സ് ആക്സിസ് വെലോസിറ്റി ഡയറക്ഷൻ എന്ന് പറയുന്നത് 27.55 ഡിഗ്രിയാണ് അതിൻ്റെ ഡയറക്ഷൻ. അതുപോലെ എൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 26 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. റെയിൻ ഈസ് ഫാളിംഗ് വെർട്ടിക്കലി വിത്ത് എ സ്പീഡ് ഓഫ് 35 മീറ്റർ പെർ സെക്കൻഡ്. മഴ വെർട്ടിക്കലി 35 മീറ്റർ പെർ സെക്കൻഡിലാണ് വീഴുന്നത്. എ വുമൺ റൈഡ്സ് എ ബൈസിക്കിൾ വിത്ത് എ സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ്. ഒരാൾ ബൈസൈക്കിളിൽ പോവാണ് വിത്ത് എ സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. ഈസ്റ്റ് ഇതാണ്, ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്ക് ഈ ഡയറക്ഷനാണ് പോകുന്നത് വിത്ത് എ സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ്. എന്താണ് ചോദ്യം? ഇൻ വാട്ട് ഡയറക്ഷൻ ഷീ ഷുഡ് ഹോൾഡ് ഹെർ അംബർല. ഏത് തരത്തിലാണ് മഴ കൊള്ളാതിരിക്കണമെങ്കിൽ കുട പിടിക്കേണ്ടതെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ഡാറ്റ മഴയുടെ വെലോസിറ്റി 35 മീറ്റർ പെർ സെക്കൻഡും ഈ വിമൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 12 മീറ്റർ പെർ സെക്കൻഡ് ടുവേഴ്സ് ദി വെസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് വെക്ടേഴ്സിനെ ഒന്ന് മാറ്റി വരയ്ക്കാം. വെലോസിറ്റി ഓഫ് ദ റെയിൻ എന്ന് പറയുന്നത് 35 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ വരച്ചു. ദെൻ വെലോസിറ്റി ഓഫ് വിമൻ 12 മീറ്റർ പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് ടുവേഴ്സ് വെസ്റ്റ്, ദാറ്റ് ഈസ് 12 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ വരച്ചു. നമുക്ക് ഈ വെക്ടർ 12 മീറ്റർ പെർ സെക്കൻഡ് ഉള്ളത് അതിന് കറസ്പോണ്ടിങ് ആയി ഇവിടെ ഇങ്ങനെ ഇതേ ഡയറക്ഷനിൽ വരയ്ക്കുകയാണെങ്കിൽ ഇത് VW ആണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം -VW എന്ന് എഴുതാം. ഈ ആംഗിൾ തീറ്റ എന്ന് മാർക്ക് ചെയ്തു. ദിസ് ആംഗിൾ ഈസ് തീറ്റ. ഓക്കെ, ഇനി നമുക്കിവിടെ ടാൻ തീറ്റ കണ്ടെത്താം. തീറ്റ ആണ് തന്നിരിക്കുന്നത്. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ദിസ് സൈഡ് ബൈ ദിസ് സൈഡ്, ദാറ്റ് ഈസ് VW. നമുക്കതിൻ്റെ സൈൻ മൈനസ് സൈൻ എടുക്കേണ്ട കാര്യമല്ല, ഡയറക്ഷൻ നിന്ന് നമുക്ക് വ്യക്തമാണ് മൈനസ് എന്നുള്ളത്. അപ്പോൾ VW ഡിവൈഡഡ് ബൈ VR, ദാറ്റ് ഈസ് 12/35 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാൻ ഇൻവേഴ്സ് 0.343 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 19 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 19 ഡിഗ്രിയാണ്. അപ്പോൾ 19 ഡിഗ്രി ആംഗിളിലാണ് വെർട്ടിക്കൽ ആയിട്ട് കുട പിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ദ വുമൺ ഷുഡ് ഹോൾഡ് ഹെർ അംബർല അറ്റ് ആൻ ആംഗിൾ ഓഫ് 19 ഡിഗ്രി വെർട്ടിക്കൽ ടുവേഴ്സ് വെസ്റ്റ്, വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ചരിച്ച് 19 ഡിഗ്രി വെർട്ടിക്കൽ ആയിട്ടാണ് കുട പിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മഴ കൊള്ളില്ല എന്നുള്ളതാണ് ഈ ഇന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്ത പ്രോബ്ലം നോക്കാം. എ ട്രെയിൻ മൂവ്സ് നോർത്ത് വേർഡ്സ് വിത്ത് എ സ്പീഡ് ഓഫ് 18 km/h. ട്രെയിൻ പോകുന്ന സ്പീഡ് ടുവേഴ്സ് നോർത്ത് 18 km/h ആണ്. വൈൽ എ കാർ മൂവ്സ് ടുവേഴ്സ് ഈസ്റ്റ്. കാർ മൂവ് ചെയ്യുന്നത് ഈസ്റ്റ് ഡയറക്ഷനാണ് വിത്ത് എ സ്പീഡ് ഓഫ് 60 km/h. വാട്ട് ഇസ് ദ വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു കാർ? അതായത് വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു കാർ ആണ് നമ്മൾ കണ്ടത്. VTC എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഡയഗ്രത്തിലേക്ക് വരാം. VT എന്നുള്ളത് 18 km/h തന്നിട്ടുണ്ട്. അതേപോലെ VC എന്ന് പറയുന്നത് 60 km/h തന്നിരിക്കുന്നുണ്ട്. ഈ VC ഈ ഡയറക്ഷനിൽ ഈസ്റ്റ് ഡയറക്ഷനിൽ നമുക്ക് ഈ വെക്ടർ ടുവേഴ്സ് വെസ്റ്റ് ഡയറക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ടോൺ -VC. ഇത് -VC തരത്തിൽ വരച്ചു. ദെൻ ദിസ് ഈസ് അവർ VT. ഇത് -VC ആണെങ്കിൽ ദിസ് ഈസ് സൈം -VC. ഓക്കെ, ദെൻ ഞാൻ VTC എന്ന് പറയുന്നത് നമുക്ക് ഈ വെക്ടറിൻ്റെയും VT എന്നുള്ള ഈ വെക്ടറിൻ്റെയും -VC എന്നുള്ള വെക്ടറിൻ്റെയും റിസൾട്ടൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് VTC. എന്താണ് VTC എന്ന് പറഞ്ഞാൽ? വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു കാർ ഈസ് ഈക്വൽ ടു VT - VC. രണ്ട് വെക്ടേഴ്സിൻ്റെ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് വെക്ടർ എയും വെക്ടർ ബിയും സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മോഡുലസ് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മോഡുലസ് ഓഫ് A - B ഈസ് ഈക്വൽ ടു √(A² + B² - 2AB cos θ. അതേ കേസ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. VT - VC രണ്ട് വെക്ടേഴ്സാണ് VT ആൻഡ് VC. ആ വെക്ടേഴ്സിൻ്റെ സബ്ട്രാക്ട് ചെയ്തതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ എഴുതാം? VT² + BC² - 2 × VT × VC × ഇവിടെ VT ഈ ഡയറക്ഷനാണ്, VC ഡയറക്ഷനാണ്. -VC നമ്മൾ എടുക്കുന്ന അതിൻ്റെ ഡയറക്ഷൻ സൂചിപ്പിക്കാനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീണ്ടും മൈനസ് എടുക്കേണ്ട കാര്യമില്ല. ഈ VTയും VCയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. സോ cos 90 എന്ന വാല്യൂ നമുക്കറിയാം 0 ആണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ ആയി മാറും? ഈ ടേം ക്യാൻസൽ ചെയ്ത് പോവും, 0 ആയി പോവും. ദാറ്റ് ഈസ്
വി ടി സ്ക്വയർ, വി ടി എന്ന് പറഞ്ഞാൽ 80 സ്ക്വയർ പ്ലസ് വി സി എന്ന് പറയുന്നത് 60 സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 100 km/h എന്നുള്ളതായിരിക്കും വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു കാർ. നമുക്കിതിൻ്റെ ഡയറക്ഷൻ കണ്ടെത്തണമെങ്കിൽ ടാൻ തീറ്റ കണ്ടെത്തിയാൽ മതി. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് 60. വി സി എന്ന് പറഞ്ഞാൽ 60 ആണ്. 60 ഡിവൈഡഡ് ബൈ 80. അപ്പോൾ നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 60/80, ദാറ്റ് ഈസ് 36.8 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ എങ്ങനെ പറയാം? ഡയറക്ഷൻ ദ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 36.8 ഡിഗ്രി. ഏത് ഡയറക്ഷനിൽ? ടുവേഴ്സ് ദിസ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് നോർത്തിൻ്റെ വെസ്റ്റ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് വെസ്റ്റ് ഓഫ് നോർത്ത്. നോർത്തിൽ നിന്ന് 36.8 ഡിഗ്രി ടുവേഴ്സ് വെസ്റ്റിലേക്കായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ, അതായത് വെലോസിറ്റി ഓഫ് ദി ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു കാർ. ഓക്കെ, പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് നോക്കാം. എ സ്റ്റോൺ ഈസ് ത്രോൺ വിത്ത് എ സ്പീഡ് ഓഫ് 10 m/s അറ്റ് an angle of projection 60 degree. Angle of projection 60 degree ആണ്. Find its height above the point of projection when it is at a horizontal distance of 3 meter from the throw. അതായത് എറിഞ്ഞ ത്രോയറിൽ നിന്ന് 3 മീറ്റർ അകലത്തിലാവുന്ന സമയത്ത്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 3 മീറ്റർ ആവുന്ന സമയത്ത് എന്തായിരിക്കും ആ സമയത്തുള്ള പ്രൊജക്ടൈലിൻ്റെ ഹൈറ്റ്? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാക്സിമം ഡിസ്റ്റൻസോ അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് ഒന്നല്ല. ഈ തരത്തിലാണ് പ്രോബ്ലം. അതായത് ഇവിടെ നിന്ന് എറിഞ്ഞ് ഇങ്ങനൊരു പാത്ത് ഫോളോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു 3 മീറ്റർ ത്രോയറിൽ നിന്ന് ഈ സമയത്ത് എന്തായിരിക്കും ഈ പ്രൊജക്ടൈലിൻ്റെ ഹൈറ്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമ്മൾക്ക് പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ എന്താണെന്ന് നമുക്കറിയാം. y is equal to എന്താണ്? tan theta x മൈനസ് gx² ഡിവൈഡഡ് ബൈ 2u² cos square theta. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്താൽ എന്താണെന്നുള്ളത്, എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ y ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് വൈയുടെ വാല്യൂ, ഹൈറ്റ്, ഈ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, y കോർഡിനേറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് y is equal to എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 3 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് x is 3 മീറ്റർ. സോ 3 ഇൻറ്റു tan 60 മൈനസ് ദെൻ g എന്ന് പറഞ്ഞ 10 എടുക്കുന്നു, 10 ഇൻറ്റു എക്സ് പറഞ്ഞാൽ 3² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10² ഇൻറ്റു cos square 30. നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും? 3.396 മീറ്റർ എന്നുള്ളതായിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3 മീറ്റർ ആവുന്ന സമയത്ത് ആ പോയിന്റിലുള്ള ബോഡിയുടെ അല്ലെങ്കിൽ പ്രൊജക്ടൈലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3.396 മീറ്റർ ആയിരിക്കും. നമുക്കൊരടുത്ത പ്രോബ്ലം നോക്കാം. A food packet is dropped from an aeroplane above a house moving with a speed of 36 km/h in horizontal direction with 500 meter latitude. ഒരു എയറോപ്ലെയിൻ 360 km/h പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നിന്ന് ഒരു ഫുഡ് പാക്കറ്റ് ഒരു വീടിന് മുകളിലേക്ക് ജസ്റ്റ് ഇടുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര സമയം കൊണ്ട് ആ ഫുഡ് പാക്കറ്റ് താഴെ എത്തും? രണ്ടാമത് എത്ര ദൂരം അത് ഫുഡ് പാക്കറ്റ് മുന്നോട്ട് പോയി വീഴും? നമുക്ക് പ്ലെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് എന്തായാലും പ്ലെയിൻ റെസ്റ്റ് അല്ല. അപ്പോൾ ഈ ഫുഡ് പാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നേരെ ഈ വീടിൻ്റെ മുകളിലേക്കല്ല വരിക. പ്ലെയിനെ സംബന്ധിച്ച് ഹൊറിസോണ്ടൽ മോഷൻ ഉള്ളതുകൊണ്ട് എന്തായാലും ഈ ഫുഡ് പാക്കറ്റിൻ്റെ പാത്ത് എന്ന് പറയുന്നത് ഒരു പ്രൊജക്ടൈലിൻ്റെ പാത്തായിട്ടും അത് ഇവിടെ കുറച്ച് ദൂരെ ആയിരിക്കും. ആ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റി UH എന്നുള്ളത് 360 km/h ആണ്. നമുക്കതിനെ 360 km/h നമുക്ക് എന്ത് ചെയ്യാം? മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും 100 മീറ്റർ/സെക്കൻഡ്. 100 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി. ഇനി വെർട്ടിക്കൽ ഡയറക്ഷനിൽ വെലോസിറ്റി ഇല്ല. വെർട്ടിക്കൽ കമ്പൗണ്ട് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. നമുക്കറിയാം ഹൈറ്റ് തന്നിരിക്കുന്നത്, ആൾട്ടിറ്റ്യൂഡ് തന്നിരിക്കുന്നത് 500 മീറ്റർ ആണ്. അപ്പോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 500 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ മോഷൻ S = ut + r/t കൊടുക്കുമ്പോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 500 ആണ് ഇൻറ്റു വെർട്ടിക്കൽ ഡയറക്ഷൻ വെലോസിറ്റി എന്നുള്ളത് 0 ആണ്. സോ 0 × t + ½ ഇൻറ്റു ആക്സലേഷൻ നമുക്ക് സൗകര്യത്തിന് 10 എടുക്കാം. സോ ½ ഇൻറ്റു 10 ഇൻറ്റു t². അപ്പോൾ നമുക്ക് 500 = എന്ത് വരും? 5t² എന്ന് വരും. സോ t² = 100 or t = 10 സെക്കൻഡ്. അപ്പോൾ 10 സെക്കൻഡ് കൊണ്ടാണ് ഈ ഫുഡ് പാക്കറ്റ് ഗ്രൗണ്ടിൽ എത്തുന്നത്. നമുക്കറിയാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും ഒരേ ഒരു പാരാമീറ്ററാണ് കോൺസ്റ്റന്റ് ആവുന്നത്, ദാറ്റ് ഈസ് ടൈം. ടൈം എന്നുള്ളത് സെയിം ആയിരിക്കും. ഹൊറിസോണ്ടൽ മോഷനാണെങ്കിലും വെർട്ടിക്കൽ മോഷനാണെങ്കിലും ടൈം എന്നുള്ളത് മോഷനെ പ്ലെയിൻ കൺസിഡർ ചെയ്യുമ്പോൾ സെയിം ആയിരിക്കും. രണ്ടാമത് നമ്മൾ കണ്ടുപിടിക്കേണ്ട എത്ര റേഞ്ച് അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസിലാണ് ഈ ഫുഡ് പാക്കറ്റ് പോയി വീഴുക എന്നുള്ളതാണ്. നമുക്കറിയാം ഹൊറിസോണ്ടൽ മോഷൻ എന്നുള്ളത്
യൂണിഫോം മോഷനാണ് ഇൻ ദ കേസ് ഓഫ് എ പ്രൊജക്ടൈൽ. അപ്പോൾ യൂണിഫോം മോഷനെ സംബന്ധിച്ച് നമുക്ക് ഒറ്റ ഇക്വേഷൻ അറിയാവൂ, S/T = U, അതായത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം = വെലോസിറ്റി. ഹൊറിസോണ്ടൽ ഡയറക്ഷണൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് UH ആണ് അല്ലേ, UH തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് UH. സോ S എന്ന് പറയുന്നത് ഇവിടെ R ആണ്, റേഞ്ച്, അല്ലെങ്കിൽ R = UH, അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷണൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഹൊറിസോണ്ടൽ ഡയറക്ഷണൽ വെലോസിറ്റി എന്ന് പറയുന്നത് 100 m/s ആണ്. സോ 100 ഇൻറ്റു ടൈം നമുക്ക് കിട്ടി 10 സെക്കൻഡ്. അപ്പോൾ എത്ര കിട്ടും? 100 ഇൻറ്റു 10 ദാറ്റ് ഈസ് 1000 മീറ്റർ ഓർ 1 കിലോമീറ്റർ. അതായത് ഈ വീടിൽ നിന്ന് 1 കിലോമീറ്റർ അകലത്തിലായിരിക്കും ഈ ഫുഡ് പാക്കറ്റ് ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീഴുന്നത്. അതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. എ ഹൈക്കർ സ്റ്റാൻഡ്സ് ഓൺ ദി എഡ്ജ് ഓഫ് എ ക്ലിഫ് 490 മീറ്റർ. ഒരു ക്ലിഫാണ്, അതിൻ്റെ ഹൈറ്റ് 490 മീറ്റർ ആണ്. അവിടെ നിന്ന് ഒരു ഹൈക്കർ ത്രോസ് എ സ്റ്റോൺ ഹൊറിസോണ്ടലി, ഒരു കല്ല് എറിയുകയാണ് ഇനീഷ്യലി വിത്ത് എ സ്പീഡ് ഓഫ് 15 m/s. നെഗ്ലക്റ്റിംഗ് എയർ റെസിസ്റ്റൻസ്. എയർ റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഫൈൻ ടൈം ടേക്കൺ ബൈ ദ സ്റ്റോൺ ടു റീച്ച് ദ ഗ്രൗണ്ട്. എത്ര സമയം കൊണ്ടാണ് ഈ സ്റ്റോൺ ഇവിടെ ഗ്രൗണ്ടിൽ എത്തുക എന്നുള്ളത്. ആൻഡ് ദ സ്പീഡ് വിത്ത് വിച്ച് ഹിറ്റ്സ് ദ ഗ്രൗണ്ട്. എത്ര സ്പീഡിലാണ് ഈ കല്ല് ഈ ഗ്രൗണ്ടിൽ എത്തുക. ആൻഡ് ആൾസോ കാൽക്കുലേറ്റ് ദി ആംഗിൾ ഫ്രം വെർട്ടിക്കൽ ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട്. എത്ര ആംഗിളിലാണ് വെർട്ടിക്കലായിട്ട് ഈ വെലോസിറ്റി ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കിവിടെ വെർട്ടിക്കൽ മോഷനുണ്ട്, അതേപോലെ ഹൊറിസോണ്ടൽ മോഷനുണ്ട്. വെർട്ടിക്കൽ മോഷൻ എന്നുള്ളത് ഈ തരത്തിലാണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്നുള്ളത് തന്നിട്ടുണ്ട് UH = 10 m/s എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, കുറേ പ്രൊജക്ടൈൽ ഇറ്റ് ഈസ് 0. ഈ ഭാഗത്ത് നിന്ന് ആണ് എറിയുന്ന സമയത്ത് അതിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യാം. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 490 മീറ്റർ ആണ്. അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി വെർട്ടിക്കൽ മോഷൻ്റെ കേസിൽ U = 0 ആണ്. ടൈം നമുക്ക് കണ്ടുപിടിക്കണം. ആക്സലേഷൻ തന്നിട്ടുണ്ട് 9.8 m/s² ആണ്. നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ S = ut + half a t². ദാറ്റ് ഈസ് 490 is the height equal to ut നമുക്ക് 0 u 0 ആണ് പ്ലസ് ഹാഫ് ഇൻറ്റു 9.8 × t². ദാറ്റ് ഈസ് 490 is equal to 4.9 t² or t² is equal to 100 or t is equal to 10 സെക്കൻഡ്. അപ്പോൾ ടൈം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്ര ടൈമിലാണ് ഈ കല്ല് എത്തുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 10 സെക്കൻഡ് എന്നുള്ളതാണ് ആൻസർ. ഇനി നമുക്ക് കണ്ടത് എന്താണ് അതിൻ്റെ സ്പീഡ്, എത്ര സ്പീഡിലാണ് ഗ്രൗണ്ടിൽ എത്തുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വെലോസിറ്റി അലോങ് വെർട്ടിക്കൽ ഡയറക്ഷനുള്ള വെലോസിറ്റി. ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി നമ്മൾ കണ്ടെത്തേണ്ടത് ദാറ്റ് ഈസ് V = U + AT. ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആണ് നമുക്കറിയാം. 0 + A എന്ന് പറഞ്ഞാൽ 9.8 ഇൻറ്റു ടൈം നമുക്ക് കിട്ടി 10 ആണ്. സോ 98 m/s. അതായത് 98 m/s വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫൈനൽ വെലോസിറ്റി ഉണ്ടാവുക. അതേപോലെ തന്നെ വെർട്ടിക്കൽ ഡയറക്ഷനിലെ പോലെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം, ഇനീഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി 10 m/s ആണ്. 10 അല്ല 15 m/s ആണ്. അതേ വെലോസിറ്റി തന്നെ ആയിരിക്കും എല്ലാ ഡയറക്ഷനിലും ഉണ്ടായിരിക്കും. അതായത് ഹൊറിസോണ്ടൽ മോഷൻ എന്നുള്ളത് അവിടുത്തെ വെലോസിറ്റിയുടെ വാല്യൂ എന്നുള്ളത് ഈ ഒരിക്കലും തന്നെ മാറുന്നില്ല. 15 m/s ആണ് എല്ലാ ഭാഗത്തും ഉണ്ടായിരിക്കുക. സോ ഇറ്റ് ഈസ് 15 m/s. ദാറ്റ് ഈസ് ഫൈനൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി പറയുന്നത് 15 m/s ആണ്. ഫൈനൽ വെർട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് 98 m/s ആണ്. അപ്പോൾ ഈ ഒരു വെലോസിറ്റിയിലാണ് ആ ഗ്രൗണ്ടിൽ ഈ സ്റ്റോൺ ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വെക്ടർ ഫോമിൽ എഴുതാം. നമ്മൾ മുന്നത്തെ പ്രോബ്ലത്തിൽ ഇതേപോലെ എഴുതി. V = 15I along x axis + 98J m/s. അതാണ് വെലോസിറ്റിയുടെ വെക്ടർ ഫോം. നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ ദാറ്റ് ഈസ് √15² + 98² ദാറ്റ് ഈസ് 99 m/s അത് അത്രയും മാഗ്നിറ്റ്യൂഡുള്ള വെലോസിറ്റിയിലാണ് അത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്നത്. ഇനി എത്ര ആംഗിളിലാണ് ഹിറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പറയാൻ കഴിയും. ദാറ്റ് ഈസ് ഇതാണ് UH, അത് തന്നെയാണ് VHൻ്റെ വാല്യൂ. ഫൈനൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി പറയുന്നത് VHൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 15 m/s ആണ്. അതുപോലെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫൈനൽ വെലോസിറ്റി നമുക്ക് കിട്ടി 98 m/s ആണ്. അപ്പോൾ നമുക്ക് തീറ്റ എടുത്തു കഴിഞ്ഞാൽ tan θ എങ്ങനെ എഴുതാം? VH ദാറ്റ് ഈസ് VH, ഇത് VH ആണ്, ഇത് VH ആണ്. അപ്പോൾ VH/VV. VH പറഞ്ഞാൽ 15 ആണ്, ബൈ VV പറഞ്ഞാൽ 98 ആണ്. അപ്പോൾ θ = tan 1 15/98. വെർട്ടിക്കൽ ഡയറക്ഷനുമായിട്ട് ഈ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ റിസൾട്ടൻ്റ് വെലോസിറ്റി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 8°42' ആയിരിക്കും. അടുത്ത പ്രോബ്ലം നോക്കാം. A cricket ball is thrown at a speed of
28 meter per second in a direction 30 degree above horizontal. ബോൾ ഹൊറിസോണ്ടലിൽ നിന്ന് 30 ഡിഗ്രി ആംഗിളിൽ ത്രോ ചെയ്യുകയാണ്. കാൽക്കുലേറ്റ് ദി മാക്സിമം ഹൈറ്റ്, ദ ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റീച്ച് ദ സെയിം ലെവൽ. അതായത് ഈ ലെവലിൽ നിന്ന് ഈ ലെവലിൽ ഒരേ ലെവലിൽ എത്താൻ എത്ര സമയം എടുക്കും. ദാറ്റ് ഈസ് അവർ ടൈം ഓഫ് ഫ്ലൈറ്റ്. ആൻഡ് ഡിസ്റ്റൻസ് ഫ്രം ത്രോവർ ടു ദ പോയിന്റ് വെർ ദ ബോൾ റിട്ടേൺസ് ദി സെയിം ലെവൽ. ഈ ലെവലിൽ നിന്ന് പോയിട്ട് അതേ ലെവലിൽ എത്താൻ എത്ര ഡിസ്റ്റൻസ് ബോൾ കവർ ചെയ്യും. ഈ 3 ഡാറ്റയും നമുക്ക് സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ കാണാം. ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, ഒന്നാമത് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഹൈറ്റ് ആണ്, രണ്ടാമത്തെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്, മൂന്നാമത്തെ റേഞ്ച് ആണ്. ഈ 3 പാരാമീറ്ററിനെ സംബന്ധിച്ച് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആദ്യത്തെ കേസിൽ മാക്സിമം ഹൈറ്റ് h ഈസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ദാറ്റ് ഈസ് u എന്നുള്ളത് 28 ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ 28 സ്ക്വയർ സൈൻ സ്ക്വയർ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജി എന്നുള്ളത് 9.8 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 10 മീറ്റർ എന്നുള്ളതായിരിക്കും മാക്സിമം ഹൈറ്റ്. ദെൻ ടൈം ഓഫ് ഫ്ലൈറ്റ് 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി ആണ്. സോ 2 ഇൻറ്റു 28 സൈൻ 30 ഡിവൈഡഡ് ബൈ 9.8 ചെയ്താൽ കിട്ടുന്ന ആൻസർ 2.9 സെക്കൻഡ് എന്നുള്ളതായിരിക്കും. ദെൻ മൂന്നാമത്തത് ഹൊറിസോണ്ടൽ റേഞ്ചാണ് കണ്ടുപിടിക്കേണ്ടത്. r ഈസ് ഇക്വൽ ടു u സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി, ദാറ്റ് ഈസ് 28 സ്ക്വയർ സൈൻ 60 ഡിവൈഡഡ് ബൈ 9.8 കിട്ടുന്ന ആൻസർ 69 മീറ്റർ. ഈ 3 ഇക്വേഷൻസും നമുക്ക് വളരെ ഫെമിലിയർ ആണ്. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആൻസർ കിട്ടും. അടുത്ത പ്രോബ്ലം, ദ സീലിംഗ് ഓഫ് എ ലോങ് ഹോൾ ഈസ് 25 meter high. വാട്ട് ഈസ് ദ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ദാറ്റ് എ ബോൾ ത്രോൺ വിത്ത് എ സ്പീഡ് ഓഫ് 40 meter per second ക്യാൻ ഗോ വിത്തൗട്ട് ഹിറ്റിംഗ് ദ സീലിംഗ് ഓഫ് ഹോൾ. ഒരു ലോങ് ഹോളാണ്. ഹോളിൻ്റെ ഹൈറ്റ് എന്നുള്ളത് 25 meter ആണ്. നമ്മൾ ഒരു ഇനിഷ്യൽ വെലോസിറ്റി 40 meter per second എന്ത് ചെയ്യാണ്, ഒരു ബോളിനെ ത്രോ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സീലിംഗിൽ ജസ്റ്റ് ഗ്രേസ് ചെയ്തുകൊണ്ട്, അതായത് സീലിംഗിൽ ടച്ച് ചെയ്യാതെ ഇത് മാക്സിമം ഇതിനോട് തൊട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഈ തരത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഈ ഹൈറ്റിൽ തൊട്ട് പോവുകയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസിലാണ് ആ ബോൾ വന്ന് വീഴുക എന്നുള്ളതാണ് കണ്ടത്. അതായത് ഈ റേഞ്ച് മാക്സിമം ഈ റേഞ്ചാണ്, അവിടെ ലോങ് ഹോളാണ്. അപ്പോൾ എത്ര റേഞ്ചാണ് ബോളിന് കിട്ടുക എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്നത് ഇനീഷ്യൽ വെലോസിറ്റി 40 meter per second ആണ്. ഹൈറ്റ് തന്നിട്ടുണ്ട് 25 meter ആണ്, അതായത് ആ ഹോളിൻ്റെ ഹൈറ്റ്. നമുക്ക് അത് വെച്ചിട്ട് ഹൈറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. h ഈസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ദാറ്റ് ഈസ് 25 ഈസ് ഈക്വൽ ടു u സ്ക്വയർ പറഞ്ഞാൽ 40 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 9.8. ഇവിടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തന്നിട്ടില്ല, നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 2 ഇൻറ്റു 9.8 ഡിവൈഡഡ് ബൈ 40 സ്ക്വയർ. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 0.306. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0.306 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.55 എന്നുള്ളതായിരിക്കും. സോ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 0.55 കിട്ടുന്ന ആൻസർ 33.6 ഡിഗ്രി. ഇതാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. അതായത് ആ തരത്തിൽ നമ്മൾ ത്രോ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ നമ്മൾ എറിഞ്ഞ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്നുള്ളത് 33.6 ഡിഗ്രി ആയിരിക്കും. ഇനി ആ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ച്, എത്ര റേഞ്ചിൽ ബോൾ പോകും എന്നുള്ളത് കണ്ടെത്താം. റേഞ്ചിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. r ഈസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ g. u എന്നുള്ളത് 40 ആണ്. സോ 40 സ്ക്വയർ സൈൻ ഇൻറ്റു 2 ഇൻറ്റു തീറ്റ 33.6 നമുക്ക് കിട്ടി, ഡിവൈഡഡ് ബൈ 9.8 കിട്ടുന്ന ആൻസർ 150.33 മീറ്റർ ആയിരിക്കും. അതായത് 40 meter per second ഇനീഷ്യൽ വെലോസിറ്റിയിൽ 25 meter ഹൈറ്റുള്ള ആ സീലിങ്ങിനെ ടച്ച് ചെയ്യാതെ ആ ബോള് ആ ഹോളിനെ ജസ്റ്റ് ഗ്രേസ് ചെയ്ത്, അതിൻ്റെ റൂഫിനെ ജസ്റ്റ് ഗ്രേസ് ചെയ്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് പോകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി 150.33 മീറ്റർ ആയിരിക്കും. അതായിരിക്കും അതിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച്. അടുത്തൊരു പ്രോബ്ലം നോക്കാം. എ ക്രിക്കറ്റർ ത്രോ എ ബോൾ ടു എ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് 100 meter. മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് ആ ക്രിക്കറ്ററെ 100 meter. ഹൗ മച്ച് ഹൈ അബവ് ദ ഗ്രൗണ്ട് ക്യാൻ ക്രിക്കറ്റർ ത്രോ ദി സെയിം ബോൾ. അത്തരത്തിൽ 100 meter ഹൊറിസോണ്ടൽ മാക്സിമം റേഞ്ചിൽ അയാൾക്ക് അറിയാമെങ്കിൽ മുകളിലേക്ക് വെർട്ടിക്കലായിട്ട് എറിയുകയാണെങ്കിൽ എത്ര ഹൈറ്റിൽ എറിയാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം റേഞ്ചിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം u സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ g ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റേഞ്ച് ഈസ് മാക്സിമം ഫോർ ആൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ ആർ മാക്സിൻ്റെ വാല്യൂ എന്നുള്ളത് എന്തായിരിക്കും? ആർ മാക്സ് ഈസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻ 2 തീറ്റ 1 ആകുമ്പോൾ u സ്ക്വയർ ബൈ g എന്നുള്ളതായിരിക്കും.
അപ്പോൾ ആർ മാക്സ് ഇവിടെ തന്നിട്ട് മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. സോ 100 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, എത്ര ഹൈറ്റിൽ മാക്സിമം എത്ര ഹൈറ്റിൽ എറിയാൻ കഴിയുന്നുള്ള മാക്സിമം ഹൈറ്റ് റിപ്ലൈ കിട്ടുണ്ടാവുക. ഹൈറ്റ് ഈസ് മാക്സിമം വെൻ ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഈസ് 90 ഡിഗ്രി. സോ എച്ചിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. തീറ്റ 90 ആവുന്ന സമയത്ത് സൈൻ സ്ക്വയർ 90യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ എച്ച് മാക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് യു സ്ക്വയർ ബൈ 2g എന്നുള്ളതായിരിക്കും. എച്ച് മാക്സ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g. അപ്പോൾ അങ്ങനെ എങ്ങനെ എഴുതാം, എച്ച് മാക്സ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി ഇൻറ്റു ഹാഫ്. യു സ്ക്വയർ ബൈ ജിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 100 ആണ്. സോ 100/2 ദാറ്റ് ഈസ് 50 മീറ്റർ. അതായത് ഇവിടെ 100 മീറ്ററിൽ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ചിൽ എറിയാൻ പറ്റാവുന്ന ആൾക്ക് എറിയാവുന്ന മാക്സിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, വെർട്ടിക്കൽ ആയിട്ടുള്ള മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 50 മീറ്റർ ആയിരിക്കും. ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കാം. The trajectory of a projectile is represented by y is equal to √3x minus x square by 2. Find the angle of projection, തീറ്റ കണ്ടുപിടിക്കണം, ആൻഡ് ഫൈൻഡ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് അറിയാവുന്നത് ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ നമുക്കറിയാം. സോ കമ്പയറിംഗ് ദിസ് ഇക്വേഷൻ വിത്ത് ഇക്വേഷൻ ഓഫ് പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ, വട്ട് ഇസ് ഇക്വേഷൻ, y is equal to tan theta into x minus gx square divided by 2u square cos square theta. ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ടാൻ തീറ്റ ഇൻറ്റു എക്സ്, ഇവിടെ √3 ഇൻറ്റു എക്സ്. അപ്പോൾ ടാൻ തീറ്റയ്ക്ക് ഈക്വലൻ്റ് ആണ് √3. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു √3 ഓർ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് √3. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 60 ഡിഗ്രി. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി കണ്ടെത്താൻ വേണ്ടി നമ്മൾ സെക്കൻഡ് ടേം എടുക്കുക, ജി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇതിൽ എക്സ് സ്ക്വയർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ജി ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് ഈക്വലൻ്റ് ആണ് ഇവിടുത്തെ 1/2 എന്ന് കാണാം. ഓക്കെ, സോ 2 ഗെറ്റ് ക്യാൻസൽ. സോ യുൽ ഗെറ്റ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ. ജി എന്ന് പറയുന്നത് 10 എടുക്കാം. സോ 10 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ 60, ദാറ്റ് യുൽ ഗെറ്റ് 10 ഡിവൈഡഡ് ബൈ 1/4, ദാറ്റ് യുൽ ഗെറ്റ് ആസ് 40. യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 40 ആൻഡ് യു ഇസ് ഈക്വൽ ടു √14 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിലെ പ്രൊജക്ടൈൽ മോഷൻ ഉൾപ്പെടെയുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ കൺസെപ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇതേ തരത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മോഷൻ ഇൻ എ പ്ലെയിനിലെ അവസാനത്തെ ടോപ്പിക്കായുള്ള യൂണിഫോം സർക്കുലർ മോഷനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.